നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ ഹോസ്റ്റ് മധുസൂദനൻ ടി. ഞങ്ങളുടെ വീഡിയോകൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഡബിൾ ബാരൽ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള വിഷയം ശ്രീ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം, കന്നി സ്പീച്ച് കൂടിയാണ് ഇന്നത്തെ വിഷയം. വളരെയധികം വിഷയങ്ങൾ ശ്രീ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ഗവൺമെന്റിനെ ഒരു ബാക്ക് ഫുട്ടിലാക്കാൻ പറ്റിയ വിഷയങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ജനശ്രദ്ധ പിടിച്ചു പറ്റിയ, ജനങ്ങളെ ഏറെ ബാധിക്കുന്ന നീറ്റ് പോലെയുള്ള വിഷയങ്ങൾ, ഇതുവരെ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത മണിപ്പൂർ, പിന്നെ അതുപോലെ തന്നെ അഗ്നിവീർ, അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് ആദ്യം നിങ്ങൾ പറഞ്ഞ പോലെയല്ല, 10 വർഷത്തിന് ശേഷം ഞാൻ ഇവിടെ സംസാരിക്കുന്നത് വെറും ഒരു MP ആയിട്ടല്ല, പ്രതിപക്ഷ നേതാവായിട്ടാണ് എന്ന് ആയിരിക്കണമായിരുന്നു അദ്ദേഹം തുടങ്ങേണ്ടത്. നല്ലൊരു അവസരമായിരുന്നു. അത് വളരെ മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. ഇദ്ദേഹത്തിന് മുമ്പത്തെ പോലെ തന്നെ ലെസൺ എടുക്കുന്ന ആൾക്കാരോ ഇയാളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള എന്താ വെച്ചാല്, നിങ്ങൾ ലോക്സഭ ഇലക്ഷൻ ക്യാമ്പയിനിൽ നടത്തിയ പ്രസംഗ രീതി, അതിന്റെ തുടർച്ചയായിക്കോട്ടെ പാർലമെന്റ്. അതാണ് അദ്ദേഹം ശരിക്കും ചെയ്തത്. അത് തന്നെയാണ്. അതായത് പാർലമെന്റിനെ അഡ്രസ് ചെയ്യുന്ന മാതിരി തോന്നി. ഒരു വലിയൊരു പബ്ലിക് മീറ്റിംഗ് അഡ്രസ് ചെയ്യുന്ന വായയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ അതിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില ഇഷ്യൂസ്, ഒരു പക്ഷേ ലോക്സഭയിൽ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആദ്യമായിട്ട് ഈ റിലീജിയസ് പിക്ചേഴ്സ് എടുത്തിട്ട് ഉള്ളിൽ വന്നിട്ട് പരമശിവന്റെയും ഗുരുനാനക്കിന്റെയും മറ്റും ചിത്രങ്ങൾ അവതരിപ്പിച്ച് എന്തോ ഒരു ഈ കൈ കാണിക്കുന്ന അത് കോൺഗ്രസിന്റെ ആ സിംബലുമായിട്ട് റിലേറ്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. തികച്ചും പരിഹാസ്യമായിരുന്നു എന്ന് പറയുന്നതിൽ വളരെ വിഷമമാണ്. കാരണം പ്രതിപക്ഷ നേതാവാണ് ഇന്നലെ വരെ അദ്ദേഹത്തെ ആരും സീരിയസ് ആയി എടുത്തിരുന്നു. ഒരു പ്രതിപക്ഷ നേതാവിന്റെ ആ കസേരയിലേക്ക് വന്നപ്പോ ആ ടീഷർട്ടിന്റെ ഒരു കാഷ്വൽ ഇത് കളഞ്ഞിട്ട് അദ്ദേഹം ശരിക്കും ഒരു പൊളിറ്റിക്കൽ കുപ്പായം ധരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പലരും പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മളെ ആകെ വളരെ ഡിസപ്പോയിന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തുടക്കമായിരുന്നു അത്. ഇന്ന് അദ്ദേഹം ഹിന്ദുക്കളെ ആക്ഷേപിച്ചു. ഒരു സ്റ്റേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എഴുന്നേറ്റ് ഇത്ര ഈ ഉത്തരവാദിത്വം ഇല്ലാത്ത തരത്തിലുള്ള ഈ സംഭാഷണങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല എന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചു. അതിനു പിന്നാലെ ശ്രീ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, വളരെ സൗമ്യനായി സംസാരിക്കാറുള്ള ശിവരാജ് ചൗഹാൻ, വളരെ ദേഷ്യത്തിൽ അദ്ദേഹം എഴുന്നേറ്റിട്ട് ഇങ്ങനെ MSPയെ പറ്റിയിട്ട്, അതായത് ഈ കർഷകർക്ക് കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ്, എന്തോ ഒരു മഹാബുദ്ധിത്തരം ഇയാൾ വിളിച്ചു പറഞ്ഞു എഴുന്നേറ്റ് നിന്നിട്ട്, അറ്റ്ലീസ്റ്റ് ഇയാൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശരിക്കും പഠിച്ച് അതിൽ വാസ്തവം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യണം എന്നൊക്കെ പറയുണ്ടായി. അതുപോലെ തികച്ചും ഒരു ഉത്തരവാദിത്വം ഒട്ടുമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സ്പീച്ച്. ഇപ്പൊ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം സ്പീച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. തമിഴ്നാട്ടില് ഈ റോഡ് സൈഡില് പ്ലാറ്റ്ഫോം സ്പീക്കേഴ്സ് എല്ലാ പാർട്ടിയിലും. അവരെങ്ങനെയാ വെച്ചാൽ അവർ പറയുന്നതിൽ വാസ്തവം ഉണ്ടെന്നല്ല, ഭയങ്കര ബഹളമായിരിക്കും അവരുടെ ആ ഒരു പ്രസംഗം. തീപ്പൊരി പ്രസംഗം, അടച്ചാക്ഷേപിക്കും. പിന്നെ ആരും ഒന്നുമില്ല, അതിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കേൾക്കുന്നവർക്ക് കുറെ നല്ല രസമായിരിക്കും. അതുപോലെ ഒരു സ്പീച്ചാണ്. പ്ലാറ്റ്ഫോം സ്പീക്കറുടെ നിലവാരത്തിലേക്ക് രാഹുൽ ഗാന്ധി ഇന്ന് സ്വയം വളരെ മോശപ്പെട്ട രീതിയിൽ പാർലമെന്റിൽ സംസാരിച്ചു എന്നത് നമ്മളെല്ലാവരും നോക്കേണ്ട ഒരു കാര്യം. പിന്നെ അദ്ദേഹം പറഞ്ഞതിനെ പറ്റി മധുസൂദനൻ കാര്യമായിട്ട് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും ഒരു എന്താ പറയുക, ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം. ഇതേ പാർട്ടി 2014 ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ കുറച്ചു കാലം ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈന് ഒരു നാണവും ഇല്ലാതെ പിന്തുടർന്നതും
അതിന് യാതൊരു ഫലവും കിട്ടാത്തപ്പോഴും ആൾക്കാർ അത് തിരിച്ചറിഞ്ഞപ്പോഴും അതിനെ അതുപോലെ ഉപേക്ഷിച്ച് പിന്നീട് നടന്നതും നമ്മൾ കണ്ടത്. പിന്നീട് വീണ്ടും 19 ഇലക്ഷന്റെ സമയത്ത് അതുപോലത്തെ ചില ഇതൊക്കെ നോക്കി, അതും വേണ്ടമാതിരി ഫലിച്ചില്ല. ഉത്തർപ്രദേശ് ഇലക്ഷന്റെ രണ്ട് ഇലക്ഷൻ ആ കാലയളവിൽ 10 വർഷത്തിലുണ്ടായ 2 ഇലക്ഷനിൽ അന്നും ഇതൊന്നും നടന്നില്ല. പക്ഷെ പിന്നീട് ഇപ്പൊ വീണ്ടും ഇതൊന്നും നടക്കാതെ ആയപ്പോ കുറെ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി വോട്ട് കിട്ടിയപ്പോൾ ഇനി ഹിന്ദുക്കളെ നമുക്ക് വേണ്ട, ഹിന്ദുക്കളെ അങ്ങോട്ട് അടച്ചാക്ഷേപിച്ച് ഒരു ലൈൻ എടുത്താൽ അതിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കൾ തന്നെ കണ്ണും പൂട്ടി വോട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടൊരു കാര്യം. കാരണം യാതൊരു നാണവമാനവും ഇല്ലാത്ത കുറെ ആൾക്കാർ ഈ കോൺഗ്രസ് പാർട്ടിയുടെ എന്താണ് സോക്കോൾഡ് സെക്യുലറിസം നിലനിർത്താന്നൊക്കെ പറഞ്ഞ് അവനവന്റെ കാലിന്റെ താഴെയുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയാതെ ഇന്ന് അത് അങ്ങനെ ഒരു ഇതില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ എന്താണ് ഹിന്ദുത്വ ഇതിന്റെ പേരിലുള്ള ആൾക്കാർ മുഴുവൻ ഭയങ്കര അക്രമകാരി, ഹിന്ദുക്കളെ എന്നാ ആക്രമിച്ചിട്ടുള്ളത്? ഇത്രയും സഹനശക്തിയുള്ള ഒരു ജനത ലോകത്ത് വേറെ എവിടെ ഉണ്ടാകും? അങ്ങനെയുള്ള ആൾക്കാരെയാണ് കടന്നാക്രമിക്കുന്നത്. അത് തീരെ ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയായിരുന്നു. എന്തു പറയുന്നു മസൂദ്? വളരെ സങ്കടം തോന്നിയ ഒരു ഇതാണ്. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയപ്പെടുന്ന ഒരാൾ, പറയപ്പെടുന്നത് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയ നേതാവായിട്ട് ഇനിയും ഉയരാൻ ഉള്ള ബുദ്ധി ഇല്ലാത്ത ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മോശമാണ് അയാളെ കാര്യം. ഇന്നിപ്പോ അയാൾ ആ ബനിയനൊക്കെ ഇട്ടിട്ട് കണ്ടപ്പോ ശരപഞ്ചരത്തിലെ ജയം വയസ്സായ മാതിരി എനിക്ക് തോന്നിയത്. ആ ബനിയന്റെ കയ്യൊക്കെ ചില സത്യത്തിലും പഴയ സിനിമയിലെ ശരപഞ്ച ജയനിങ്ങനെ നിൽക്കുന്ന മാതിരി മൂപ്പര് മസിലൊക്കെ പിടിച്ചു നിന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്. ഇയാൾക്ക് ആരായിരിക്കും ഈ ഉപദേശമൊക്കെ കൊടുക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ തന്നെ 100,000 കേസായിട്ട് നടക്കുകയാണ്. 100,000 കേസാണ്. ഇങ്ങനെ ഓരോ വിഡിത്തങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ കേസ് വേറെ ഉണ്ട്. ഇന്ത്യക്കാരനല്ലാതിന്റെ കേസ് വേറെ ഉണ്ട്. സ്വന്തം പോയിട്ട് ബ്രിട്ടനിൽ എവിടെയോ പോയിട്ട് പിന്നെ ഇവിടുത്തെ സിറ്റിസൺ ഒഴിവായി പോകേണ്ട പണി എടുത്ത് വെച്ചിട്ട് അവിടുത്തെ എവിടുത്തെയോ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ട് അലഹാബാദ് കോടതിയിലൊറ്റ കേസ് വേറെ നടക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളും ബുദ്ധികേടുകളും എന്തൊക്കെ കാണിക്കാൻ പറ്റും. പിന്നെ ഹിന്ദുത്വത്തിന് അയാൾ ചീത്ത പറയുന്നതിൽ വലിയതൊന്നുമില്ല. ഒരു ബ്രിട്ടീഷ് പൗരൻ അങ്ങനെയൊക്കെ പറയൂ, ഹിന്ദുക്കളെ ചീത്ത പറയൂ. നമ്മളെ പാർലമെന്റ് പിന്നെ ഏത് വേട്ടുവാൻ കയറി ഇരിക്കാന്നില്ല സ്ഥിതിയിലേക്കാണ് ഇപ്പൊ പോയില്ല. കാരണം ജയിലിന്റെ അകത്തുനിന്ന് വരെ പിന്നെ മത്സരിച്ചിട്ട് ജയിച്ച കഥയുണ്ട് അവിടെ ഇപ്പോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സ്ഥിതി. കാശ്മീരിൽ ഏതോ തീവ്രവാദി അപ്പൊ ആ കൂട്ടത്തിലൊക്കെ പെട്ടതാണ് ഇതും. അപ്പൊ ഇയാൾ ഇങ്ങനെ പറയാൻ ചാൻസ് ഉള്ളൂ. ഇയാൾ അങ്ങനെ അയാൾക്ക് സംസാരിക്കാനുള്ള ആ ബുദ്ധി അയാൾക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ടത്. വിഷയങ്ങള് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പഴയ തരത്തിലല്ല അയാളൊരു ഒരു പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ പറഞ്ഞ മാതിരി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണെന്ന് അയാൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സംഗതികൾ അതിൻ്റെതായ മര്യാദയിലൂടെ പാർലമെന്റിൽ അവതരിപ്പിക്കാനും ഇല്ലൊക്കെ ഉണ്ട്. സ്പീക്കർക്ക് തിരിഞ്ഞു നിന്നിട്ട് ഇയാളെ പുറ കാണിച്ചു കൊടുക്കുന്നത്. സ്പീക്കറിനെ നോക്കിയിട്ടാണ് എന്ത് സാധനം സ്പീക്കർ തന്നെ പറഞ്ഞത്. യു പ്ലീസ് അഡ്രസ് മീ എന്നില്ല സ്പീക്കർ പറഞ്ഞു. അല്ലാണ്ട് നിങ്ങൾ സഭയോടല്ല പറയേണ്ടത്. ഇയാൾക്ക് ഇത് വല്ല വിവരവും വേണ്ട. എത്രയും കാലം അതിനുള്ളിൽ ഇരുന്ന് പൊട്ടത്തരാങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് കണ്ണടിച്ച് കളിയും. പിന്നെ നരേന്ദ്രമോദിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പുറം വന്നിട്ട് ഡാൻസ് കളിക്കലും ഇങ്ങനത്തെ ഓരോ പരിപാടിയില്ലേ. കൂട്ടത്തിലില്ല ആൾക്കാരും അങ്ങനെ തന്നെ. ഒന്ന് ബ്രിട്ടീഷിന്റെ പൗരത്വം, പിന്നെ ജനിച്ചതും മദാമക്ക്. അപ്പൊ എന്തായാലും ഇതൊക്കെ പറയൂ. ഇതിലപ്പുറത്തേക്കൊന്നും ഇനി ഹിന്ദുക്കൾ പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഇതൊക്കെ കേട്ടിരിക്കുന്ന കോൺഗ്രസ്, നിങ്ങൾ പറഞ്ഞ മാതിരി ഇതൊക്കെ കേട്ടിരിക്കുന്ന ആ കോൺഗ്രസ്സുകാരെ കാര്യം ഒന്ന് ആലോചിച്ചോ. പിന്നെ ഇയാള് മറ്റേ ഈ റോഡിന്റെ മേലേക്ക് മറ്റേ ചിത്രങ്ങൾ വിൽക്കാൻ നടക്കൂലേ കുറെ പോസ്റ്റർ, അതേമാതിരി അന്ന് വന്നത് തോന്നി. ശിവന്റെ പോസ്റ്റർ, ഗുരുജിയുടെ പോസ്റ്റർ എവിടെയോ പോയിട്ട്
എല്ലാരും പോസ്റ്റർ വെക്കാൻ ഈ 15 15 നോട്ട് വിലക്ക് വിൽക്കാൻ നടക്കൂലേ? അങ്ങനെ അതേമാതിരി ഒരുപാട് പോസ്റ്റർ കെട്ടിപ്പിടിച്ചിട്ട് അത് വന്നതെന്ന് തോന്നുന്നു. ഓരോന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ആദ്യം ഗുരുനാനക്കിനെ എടുത്ത്, ഗുരുനാനക്കിന്റെ കയ്യും ഓന്റെ കോൺഗ്രസിന്റെ കയ്യും ഒന്നാന്നാ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അള്ളാഹു അക്ബറിനെ വിളിക്കുന്ന 2 കയ്യും ഇങ്ങനെ നീട്ടി നിൽക്കുന്ന ഒരു പോസ്റ്റർ എടുത്ത്, അതൊക്കെ ഇങ്ങനെ പിന്നെ സ്നേഹത്തിന്റെ മതങ്ങളെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശിവനെ എടുത്ത് എന്നിട്ട് ആ ശൂലത്തിനെയൊക്കെ ഒരു കുറ്റം പറഞ്ഞ്, എന്നിട്ട് ഹിന്ദുക്കളെ അങ്ങോട്ട് ചീത്ത പറയുകയാണ്. വയലൻസ് ആണ് ഹിന്ദുക്കൾ എന്ന്, വയലന്റ് ആയ ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കള് മര്യാദക്കില്ലതിനെ കൊണ്ടാണ് ഓര് ഇവിടെ ജീവിക്കുന്നതെന്ന്. ഈ രാഹുൽ ഗാന്ധിക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ, സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ അവന്റെ അമ്മേനൊക്കെ അവിടെ പിന്നെ ഇതിലിരുത്തുവോ? പാർലമെന്റിൽ ഇരുത്തുവോ? ഇരിക്കാൻ കഴിയുമോ? വേറെ ഒരു രാജ്യത്ത് പോയിട്ട്, ഒന്ന് പാകിസ്ഥാനിൽ പോയിട്ട് ഇരിക്കട്ടെ. എറിയോ അമ്മേനി മക്കളെയൊക്കെ എടുത്ത് അവിടുന്ന്. ഇവിടെ വന്ന് നമ്മളിതിലേക്ക് നമ്മൾ കൂട്ടി, നമ്മളെ പാർലമെന്റിന്റെ പരമോന്നത പാർലമെന്റിൽ ഇരിക്കാൻ ഇത് അവസരം ഉണ്ടായി. ഇവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു. അതൊക്കെ ഹിന്ദുവിന്റെ വോട്ട് വാങ്ങിയിട്ടാ. ഇപ്പൊ ഹിന്ദുവിന് രണ്ട് ഹിന്ദുക്കളാ. അയാളെന്ത് സ്റ്റേജിൽ അവിടെ പാർലമെന്റിൽ പറഞ്ഞത് 2 ഹിന്ദുക്കളാ. കവലപ്രസംഗത്തിൽ മൂപ്പര് ഇങ്ങനെ അടിച്ചിട്ട് ഹിന്ദുവിനെ 2ആക്കി. മൂപ്പര് പറയുന്ന ഒരു നല്ല ഹിന്ദുക്കളും നരേന്ദ്രമോദിന്റെ വേറെ ഹിന്ദുക്കളും. എന്താണ് ഇത്? ഇതിന്റെയൊക്കെ RSS ഹിന്ദു അല്ല, നരേന്ദ്രമോദിന്റെ ഹിന്ദു അല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഹിന്ദു അല്ല. ഹിന്ദു വേറെ ഉണ്ട്, ഇത് വേറെ ഉണ്ട്. ഇവന് ഹിന്ദുവിനെ പറ്റിയിട്ട് എന്താണ് ഇവനറിയ? കോൺഗ്രസ് എന്ന് പറയുന്ന എത്രയോ 60 വർഷത്തോളം ഇന്ത്യ രാജ്യം ഭരിച്ചൊരു പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ഒരു അപജയം അത് ഒരു പറയാൻ പറ്റൂല. ഇത്രയും വൃത്തികെട്ട 99 സീറ്റ്, അതും 8500 റുപ്യ തരാന്ന് പറഞ്ഞിട്ട്, 1,00,000 റുപ്യ തരാ കൊല്ലത്തില്, 8500 റുപ്യ മാസം തരാ, കടാക്കട്ട് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് കിട്ടിയ വോട്ട് കൊണ്ട് കിട്ടിയ 99, കേവലം 99 സീറ്റ് കൊണ്ടിരിക്കുന്ന ഒരു വെറും പ്രതിപക്ഷ നേതാവാണ്. അപ്പുറം ഇരിക്കുന്ന ആള് 240 സീറ്റ് ജയിച്ചു വന്നിട്ടിരിക്കുന്നതാ. അവരെ കൊളേജ് NDA ഒക്കെ എല്ലാവർക്കും കൂടിയിട്ട് കിട്ടിയ സീറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 300 സീറ്റിൽ മേലുണ്ട് ഇപ്പോ. ഇവരതെല്ലാം കൂടി കൂട്ടിയാൽ അങ്ങനെ ഉണ്ടോ? ഇനി ബാക്കി എല്ലാവരും കണ്ടിട്ട് ഇവൻ തുള്ളേണ്ട വല്ല കാര്യമുണ്ടോ? അഖിലേഷ് യാദവിനൊക്കെ പറഞ്ഞ മാതിരി, അഖിലേഷ് യാദവ് എന്ന് പറയുന്ന ആളൊരു പൊട്ടത്തരം ചെയ്തതല്ലേ. അയാൾ 5-6 സീറ്റ് കൂടി ഇവന് കൊടുത്തതിനെ കൊണ്ടല്ല ഉത്തർപ്രദേശിൽ കടലാസ് പോലെ ആയിട്ടുണ്ടാവില്ലേ? കാണാൻ കിട്ടും ഇയാള്. ഇയാള് ജയിച്ച സ്ഥലം റായ്ബറേല് പിന്നെ ഇത്രയും വോട്ട് കിട്ടുകയായിരുന്നു അയാൾക്ക്. അവിടെ എസ് വർക്ക് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് വന്നത് കൊണ്ട് കിട്ടിയതാണ്. അവരെയൊക്കെ കുളൂസിൽ ഇവിടെ വന്നിരുന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുക, കവലത്തെ റോഡിന്റെ മേലെ കിടന്ന് വൃത്തികേട് പറയുന്ന മാതിരി പറയുകയാണ്. അതിന്റെ ഇടയിൽ നമ്മളെ കേരളത്തിന്റെ കുറെ ആൾക്കാർ എന്തൊക്കെയോ കൈമുട്ടുന്നു. അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ചിലപ്പോ ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഒന്നും അറിയാത്ത ടീമാണല്ലോ. അപ്പൊ അതിന്റെ മറ്റേ എന്താ അവന്റെ പേര്, 5-8 പ്രാവശ്യം നിന്നിട്ട് ജയിച്ച വേണുഗോപാൽ അല്ല, എന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്നല്ലോ. സുരേഷ് എന്നാണ്. സുബ്രഹ്മണ്യ ഈ 5-8 പ്രാവശ്യം അതെ. എനിക്ക് 8 പ്രാവശ്യം നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കൊടുക്കുന്നത് ഓനൊക്കെ ജയിപ്പിച്ച നാട്ടുകാരെ തച്ച് വായിപ്പിക്കണം. അയാളൊക്കെ ജയിപ്പിച്ച എന്നാ വരെ നാടിന് വേണ്ടിട്ട് ഒരു കാര്യം ചെയ്തില്ല. അയാളൊക്കെയാണ് സൈഡിൽ നിന്നിട്ട് എന്തൊക്കെയോ ആക്ഷൻ കഥകളി ഇങ്ങനെ കളിക്കുകയാണ്. എന്നിട്ട് ഇവര് എന്തൊക്കെയോ പറഞ്ഞ് മൂച്ച് കയറ്റുകയാണ്. ഇവരെ വിചാരം ഈ സ്പീക്കർ കൊണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും വിളിച്ചു പറഞ്ഞു കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ മുന്നിൽ വില ഉണ്ടാവും എന്നാണ്.
നാട്ടുകാരെ മുന്നിൽ ഒന്നിനും കൊള്ളാത്തവനായി മാറുകയാണ് എന്നുള്ളത് ഇയാൾക്കറിയില്ല. 1 ലക്ഷത്തിന്റെ കേസ് ഇനി വേറെ വരാനുണ്ട്. 1 ലക്ഷം കൊടുക്കാതെ പറഞ്ഞതിന്റെ കേസ് വേറെ ഉണ്ട്, 8500 ഇതെല്ലാം കൂടി ഒന്നായിട്ട് ഏറ്റെടുക്കാൻ മാത്രമല്ല ശക്തിയൊന്നും അയാൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഹിന്ദുക്കളെ ഇത്രയും അവഹേളിച്ചിട്ട് ഇനിയും അതിന് നേരെ തിരിയാതെ നോക്കി നിൽക്കുന്ന ഹിന്ദുവിനെ എന്തു പറയണം എന്നുള്ളത് എനിക്ക് ഈ അവസരത്തിൽ വാക്കുകളില്ല. ഇനി നാളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി വീണ്ടും സംസാരിക്കുന്നുണ്ട്. അതും കൂടി കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം അവലോകനം ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? ശരിയാണ്. നല്ലൊരു മറുപടി, നല്ലൊരു മറുപടി ഉണ്ട്. ഇയാൾ ചോദിക്കുകയാണെന്ന് ഇയാള് സ്പീക്കറോട് ചോദിച്ച വേറൊരു കാര്യം കണ്ടില്ല, നിങ്ങൾ എന്തിനാണ് നരേന്ദ്രമോദിയുടെ മുന്നിൽ തലകുനിച്ച് നിന്നത്? ബുദ്ധിയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ തലകുനിച്ച നമ്മൾ ബുദ്ധിയില്ലാത്തവനായി പോകൂലേ? സ്പീക്കർക്ക് അത് അറിയാലോ. ഒരു ബുദ്ധിശൂന്യന്റെ മുന്നിൽ അയാൾ തലകുനിച്ച് നിൽക്കുവോ? അതുകൊണ്ട് ബുദ്ധിയില്ലാതെ മുന്നിൽ അയാൾ തലകുനിച്ച് നിന്നു. ഇത് 0 1ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്റെ ബുദ്ധിയില്ല. അങ്ങനെയുള്ള ഒരാളെ പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടു നടക്കേണ്ട ഇന്ത്യക്കാരുടെ ഗതികേട് എന്നല്ലാണ്ട് പറയാൻ കോൺഗ്രസ്സുകാര് ഇപ്പോഴും ഇതിനൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം. ഏതായാലും BJPക്ക് ഇത് വീണ് കിട്ടിയതാ. ഞാൻ ഏതോ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നത്, രാഹുൽ ഗാന്ധി എന്നും BJPന്റെ ഒരു ഐശ്വര്യമാണ്, അത് നമ്മളിങ്ങനെ എഴുതി ഒട്ടിച്ചു വെക്കണം BJP ഓഫീസിന്റെ മുന്നിൽ എന്നൊക്കെ. അത് വളരെ സത്യമാണ് എന്നുള്ളത് ആദ്യം തന്നെ ഫസ്റ്റ് സ്പീച്ചിൽ തന്നെ മൂപ്പരോട് കാണിച്ചു തന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാലപ്പടക്കം തന്നെയായിരിക്കും. ഈ 99 ആളില്ലേനെ കൊണ്ട് പണ്ട് 44 ഉണ്ടാകുമ്പോൾ കൂക്കും വിളിയായിരുന്നു. ഇന്നൊരു പ്രതിപക്ഷ നേതാവ് ഇതിൽ സ്ഥാനത്ത് ഇരിക്കുകയാണെന്നൊന്നും ഇത് ആ കുട്ടിക്ക് അറിയില്ല. അയാൾക്ക് ഇതിനെ പറ്റിയൊന്നും ഒരു ബോധവും ഇല്ലാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ദിവസം എന്തൊക്കെയാ സംഭവിക്കുക എന്നറിയില്ല. നരേന്ദ്രമോദിക്കും ആൾക്കാർക്കും വലിയ പണിയൊന്നും എടുക്കേണ്ടി വരില്ല. ഓൻ തന്നെ പണിയെടുത്തോളൂ. ഇറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ BJP ഇങ്ങനെ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടില്ല പണി അയാൾ തന്നെ ചെയ്തുകൊള്ളുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ബാക്കിയുള്ള കഥകളും കാര്യങ്ങളും നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കാണാം. ആ കാണുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിച്ച് ജനങ്ങളെ മുന്നിലേക്ക് വരാം. ജനങ്ങളോട് ഇതൊക്കെ ഒന്ന് പറയാനുള്ള അവസരങ്ങൾ ഇനിയും കിട്ടും. കോൺഗ്രസ് എന്താണെന്നുള്ളത് കോൺഗ്രസ്സുകാരെന്നെ തുറന്ന് കാണിച്ചുകൊള്ളും ആ ബുദ്ധികേടിനെ. ഇവർക്കൊരു വിചാരമുണ്ട്, ഇന്ത്യയില് വെറും 22 കോടി മാത്രമുള്ള മുസ്ലിം വിചാരിച്ചാൽ ഇവർ ഭരണത്തിൽ ഇരിക്കുന്നു. അതൊന്നും സാധിക്കില്ല എന്നുള്ളത് ഇപ്പോഴും കണ്ടു. ചെറിയ പണത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു വോട്ട് കിട്ടി, ചെറിയൊരു ബുദ്ധികേട് ഇന്ത്യൻ ജനത കാണിച്ചു. ആ കാണിച്ചതിലില്ല എല്ലാ പ്രശ്നങ്ങളും അവരെന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കോളും. എപ്പോഴും BJPക്ക് അതൊരു അവസരം തന്നെയായി മാറുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് എന്തൊരു അനുഗ്രഹമായി നിലനിൽക്കട്ടെ ഇയാള് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും ഈ ഗതികേട് എന്തെങ്കിലും ആ പാർലമെന്റിൽ നിന്ന് ഒഴിവായി കിട്ടാനും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു അലഹബാദ് കോടതിയേറ്റോ എന്തെങ്കിലും ഒരു നല്ല വിധി ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുക. കാരണം ബ്രിട്ടീഷുകാർ അവിടെ പോയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ ബ്രിട്ടീഷുകാരനാണ്, ഏതോ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ വേണ്ടി എഴുതി കൊടുത്തിരുന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ ഒന്നും കാര്യങ്ങൾ നമുക്ക് അറിയില്ല, അതിന്റെ നിയമവശങ്ങളൊന്നും അറിയില്ല. ഏതായാലും അതെന്താ സംഭവിക്കാതില്ല നോക്കാം. അല്ലെങ്കിൽ 2 കൊല്ലം ശിക്ഷിച്ചതിന്റെ അപ്പീലൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? അത് വേറെ ഉണ്ടാവും. പിന്നെ ഈ 8500 കൊടുക്കാന്ന് പറഞ്ഞതിന്റെ കഥ വേറെ നടക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടിക്ക് അതിനുള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു അവസരവും കൂടി ഉണ്ടാവട്ടെ. ഈ ഇത് കഴിയുമ്പോഴേക്ക് 5 വർഷത്തിന്റെ ഉള്ളിൽ അതും കൂടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഇന്നിപ്പോ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ഇന്ന് നിർത്താം. ഇനിയും ഈ പാർലമെന്റിന്റെ പുതിയ നാടകങ്ങൾ അവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമുക്ക് വൈകുന്നേരം ഇങ്ങനെ ഇരുന്നിട്ട് നല്ല രസകരമായിട്ട് ജനങ്ങളോട് സംസാരിക്കാനുള്ള അവസരം അയാൾ തന്നെ ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കിന്ന് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. നമസ്തേ.